ണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വയനാട്ടിൽ ബേലൂർ മഖ്നയെ പിടിക്കാൻ ദൌത്യസംഘത്തിന്റെ ശ്രമം തുടരുന്നു. കർണാടകയിൽ നിന്നുള്ള വനപാലകരും ഡോക്ടർ അരുൺ സക്കറിയും സംഘത്തിൽ. മഖ്ന ഇപ്പോൾ പനവേലി വനമേഖലയിൽ. ഇന്നലെയും ജനവാസ മേഖലയിലെത്തി മടങ്ങി. വയനാട് ചെറിയ മലയിലും കാട്ടാനയാക്രമണം. കുറുവ ദ്വീപ് ജീവനക്കാരന് പരിക്ക്. ഇടുക്കിയിൽ വിയൽ റാമിൽ ആനയെ കണ്ടോടിയ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. മലയാറ്റൂരിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. ആന വീണത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിൽ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ആനശല്യത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ. കൊല്ലം പട്ടാഴിയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. മരിച്ചത് വെണ്ടൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. മൃതദേഹം കണ്ടെത്തിയത് ആറാട്ടുപുഴ പാലത്തിന് സമീപം. ഇടുക്കി പൂപ്പാറ കോരംപാറയിൽ തേനീച്ചയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ സ്കൂൾ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് വനിതാ ഡ്രൈവർ മരിച്ചു. പത്തനംതിട്ട കൊക്കാത്തോട് വനത്തിനുള്ളിൽ 69കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്മൾ ആദ്യം വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വയനാട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നതും വയനാട്ടിലാണ് അവസാനിപ്പിക്കുന്നതും. പക്ഷേ വേലൂർ മഖ്ന ഇതുവരെ മയക്കുവെടി വെക്കാനായിട്ടില്ല എന്നുള്ളത് വയനാട്ടുകാരെ സംബന്ധിച്ച് വലിയ രോഷത്തിലാണവർ. എന്തായാലും വേലൂർ മഖ്ന ദൗത്യം ഇന്നും തുടരുകയാണ്. ഇപ്പോൾ ആന പനവേലി വനമേഖലയിലാണുള്ളത്. അവിടെ നിന്നുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയിലും ജനവാസ മേഖലയിലേക്ക് മഖ്ന എത്തിയെങ്കിലും തിരിച്ച് വനത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. ഒപ്പമുള്ള മോഴയാനയാണ് ദൗത്യത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയും ദൗത്യസംഘത്തിനൊപ്പം ചേർന്ന് കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിൽ ആനയെ ബേലൂരിൽ നിന്ന് പിടികൂടിയ കർണാടക വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും തെരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ട്. ജിൻസാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജിൻസ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ബേലൂർ മഖ്നയെ പിടിക്കാനായി ദൗത്യസംഘം അതിന് പിന്നാലെയുണ്ട് എങ്കിലും പിടിതരാതെ മുന്നോട്ട് പോവുകയാണ് ബേലൂർ മഖ്ന. നിലവിലെ അവസ്ഥ എന്താണ്? ഡോക്ടർ അരുൺ സക്കറിയ വന്നത് വലിയ പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്. കർണാടക സംഘവും ഒപ്പമുണ്ട് എന്ന് അറിയുന്നു. എന്താണ് നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ബേലൂർ മഖ്നയെ സംബന്ധിച്ച്? അശ്വതി, ആളക്കൊല്ലി ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ആന പനവല്ലി മേഖലയിലാണ്. ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ളവർ ഈ ദൗത്യത്തിന്റെ ഭാഗമായുണ്ട്. കൂടാതെ കർണാടകയിൽ നിന്നും എത്തിയ 25അംഗ ഫോഴ്സും ഇന്ന് ഈ ദൗത്യ സംഘത്തോടൊപ്പമുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറെ ഓപ്പറേഷനുകളിൽ ഈ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗത്യത്തിൽ നേതൃത്വം നൽകിയ അരുൺ സക്രിയാണ് ഈ ഒപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് അറിയാൻ കഴിയുന്നതാണ്. കേരളത്തെ വിറപ്പിച്ച അരിക്കൊമ്പനെ അടക്കം പൂട്ടിയത് ഈ അരുൺ സക്രിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘത്തിൽ ഉള്ളത് കൂടുതൽ ഈ ദൗത്യത്തിന് വിജയകരമാകും എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും അനുമാനിക്കാൻ കഴിയുക. ഇന്നലെ ഈ ആനയെ ദൗത്യ സംഘത്തിന് അടുത്തുവരെ കാണാൻ കഴിഞ്ഞെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ പ്രതിസന്ധിയായിട്ടുള്ളത് ഈ മോഴയാനയുടെ സഞ്ചാര വേഗത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വേലൂർ മഖ്നയ്ക്കൊപ്പം മറ്റൊരു മോഴ കൂടിയുള്ളതും വലിയ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് അനുകൂല സാഹചര്യമാണെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി ഈ പനവല്ലി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നെങ്കിലും നാശനഷ്ടമൊന്നും വരുത്താതെ വീണ്ടും ഈ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. എന്തായാലും നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വനത്തോട് ചേർന്ന ഈ സ്ഥലവും അതുപോലെ തന്നെ ഇടതൂർന്ന വനവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ കാണാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഉയർന്ന മരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോൺ നിരീക്ഷണവും എല്ലാം നിലവിൽ ഈ ദൗത്യത്തെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഇന്ന് തന്നെ മയക്കുവെടി വെക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുമുള്ളത്. അശ്വതി, ശരി, ജിൻസ് തൊടുകരയാണ് വിവരങ്ങൾ നൽകിയത്. ബേലൂർ മഖ്നയെ ഇന്ന് പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലുള്ള ജനങ്ങളും നമ്മളെല്ലാവരും ഉള്ളത്.
ഇടുക്കിയിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. BL റാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്ക് വീണ് പരിക്കേറ്റു. പാൽത്തായി പഞ്ചാമൃതത്തിനാണ് പരിക്കേറ്റത്. രാവിലെ നടക്കാനിറങ്ങിയ പാൽത്തായി കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. വയനാട് ചെറിയമല ജംഗ്ഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറുവ ദ്വീപ് ജീവനക്കാരനായ പാക്കം സ്വദേശി പോളിനാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30-നായിരുന്നു ആനയുടെ ആക്രമണമുണ്ടായത്. മറ്റൊരു വാർത്ത ഇടുക്കി പൂപ്പാറയിൽ നിന്നാണ്. പൂപ്പാറയിൽ തേനീച്ചയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കോരമ്പാറ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യവെയാണ് രാമചന്ദ്രനെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചത്. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ, വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ മലയാറ്റൂരിൽ ഒരു കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട്. അത് അവിടുത്തെ പ്രദേശവാസിയായ ഒരാളുടെ സ്വകാര്യ തോട്ടത്തിലുള്ള കിണറ്റിലാണ് ഈ ആനക്കുട്ടി വീണത്. കിണറിന് ചുറ്റും ആ സമയത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വനപാലകരെത്തി ആ ആനകളെ തുരത്തുകയും കിണറിന് സമീപത്തായി JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയുമാണ്. അതേസമയം അവിടെ വലിയ കാട്ടാന ശല്യമുണ്ടെന്നും ഇവയെ രക്ഷിക്കാൻ മാത്രമാണ് വനപാലകർ എത്തുന്നതെന്നും ജനജീവിതത്തെ ബാധിക്കുന്ന കാട്ടാനകളെ തുരത്താൻ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം പ്രദേശവാസികൾ അവിടെ നടത്തിയിരുന്നു. ആ JCB തടയുന്നതടക്കമുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ അവർ കടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട് സുരഭിക്കവലയിൽ കണ്ട ആ കടുവ, അത് നാടിനെ വിറപ്പിച്ചാണ് ആ കടുവ അപ്രത്യക്ഷമായത്. എങ്ങോട്ടാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അറിയില്ല. ആ കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിട്ടയച്ചത്. പത്തനംതിട്ട കൊക്കത്തോട്ടിൽ 69-കാരനെ വനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി മണ്ണിറ തലമാനം സ്വദേശി രാജു ആണ് മരിച്ചത്. വനപാലകർ വനത്തിനുള്ളിൽ നടത്തിയ തെരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് തന്നെ മറ്റൊരു അപകട വാർത്തയാണ്. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവറായിരുന്ന വനിത മരിച്ചു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. സീതത്തോട് കൊടുമുടി സ്വദേശി അനിതയാണ് മരിച്ചത്. 35 വയസ്സാണ് അനിതയ്ക്കുണ്ടായിരുന്നത്. കുട്ടികൾക്ക് കാര്യമായ പരിക്കൊന്നും ഏറ്റിട്ടില്ല. ഓട്ടോറിക്ഷ താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. ഇന്ന് രാവിലെ വന്ന വലിയ ദുഃഖകരമായ മറ്റൊരു വാർത്ത കൊല്ലം പട്ടാഴിയിൽ നിന്നാണ്. പട്ടാഴിയിൽ ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല എന്ന് പറഞ്ഞ് 2 വിദ്യാർത്ഥികളെ അന്വേഷിച്ചുള്ള ഫോട്ടോ അടക്കം പ്രചരിച്ചിരുന്നു. ആ കുട്ടികളുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയെന്നുള്ളതാണ്. മുങ്ങി മരിച്ച നിലയിലാണ് അവരെ കണ്ടെത്തിയത്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആദിത്യനും അമലും. 2 പേരും ഇന്നലെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയില്ല. തുടർന്ന് നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് ആറാട്ടുപുഴ പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെണ്ടൂർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 2 പേരും. തിരുവനന്തപുരം വർക്കലയിൽ കായിക രംഗത്ത് മികച്ച വിജയമൊക്കെ നേടിയ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്മരുതി ചാവടിമുക്ക് സ്വദേശി അഖിലയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെ വൈകിട്ട് 7:30ഓടെയാണ് രക്ഷിതാക്കൾ ഈ കുട്ടിയെ അവശ നിലയിൽ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല.
കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ വാക്ക് തർക്കം. ഇടതംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിലാണ് തർക്കമുണ്ടായത്. യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാനാവില്ലെന്ന് ഇടതംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് പ്രശ്നമുണ്ടായത്. ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. ചാൻസലറൊക്കെ തടയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി അത് അക്സെപ്റ്റ് ആണ്. പിന്നെ നമ്മളത് വേറൊരു ഇവിടെ ഉന്നയിച്ചത്, ഇതിപ്പം ഗവർണർ നിയമിച്ച നാല് അംഗങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതിനോടൊപ്പം ക്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട്. ആ കേസിനൊപ്പം ക്ലബ് ചെയ്തതാണ് ഇവിടെ 4 സെനറ്റ് അംഗങ്ങൾ, സർക്കാർ നിയമിച്ച 3 സെനറ്റ് അവർ സിൻഡിക്കേറ്റ് അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. കാരണം സെയിം അവരുടെയും അർഹത സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അത് മറ്റേ 4 കുട്ടികളുടെ ആ കേസിനോട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അതിനൊന്നും ഉത്തരം നൽകാൻ മന്ത്രി ഇന്ന് ഇവിടെ വന്നത് ഇതൊരു അലങ്കോലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു മന്ത്രിയുടെ ഒരു ഇതല്ല. അതെ, VC മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ മന്ത്രി കാണിച്ചത് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങളോട് അവര് പ്രസംഗിച്ചു, ഒരാൾ പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ സംസാരിക്കാനുള്ള റൈറ്റ് അതേ ചോദിച്ചോ, നിങ്ങൾ എന്ത് വേണം തീരുമാനിച്ചു, നമുക്ക് ഇവിടെ റൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ വന്ന് സ്പീച്ച് ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സമ്മതിക്കാതെ അവർ ഈ ബഹളക്കാരോടൊപ്പം കൂടി. എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ബഹളം വെക്കുന്നവരെല്ലാം മന്ത്രിയെയും അതുപോലെ വൈസ് ചാൻസലറെ എല്ലാം തടയുന്ന രീതിയിൽ ഫ്രണ്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ആപ്പാടെ ഒരു ബഹളമയമായിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ പുള്ളിയുടെ റൈറ്റ് ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിനാണ് ഈ മീറ്റിംഗിലെ ഫൈനൽ അതോറിറ്റി. മന്ത്രി എന്തൊക്കെയോ പറഞ്ഞു, അത് ആർക്കും കേൾക്കാൻ വയ്യായിരുന്നു. അതൊന്നും റെക്കോർഡില്ല. വൈസ് ചാൻസലർ പ്രത്യേക അജണ്ട വെച്ച് വിളിച്ച യോഗമാണ്. ആ യോഗത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വരെ ആ അജണ്ടയെ തള്ളി പറയാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അജണ്ടയെ അംഗീകരിച്ച സ്ഥിതിക്ക് ഇന്നത്തെ യോഗം VC നിശ്ചയിച്ച പ്രകാരം നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ മന്ത്രിയാണ് ഷെയർ ചെയ്തത്. പക്ഷേ VC ആണ് യോഗം വിളിച്ചത്. അത് ചട്ടവിരുദ്ധമാണോ എന്ന് പരിശോധിക്കട്ടെ. പ്രൊവിസി ഒരു ഏക അജണ്ടയുടെ പുറത്താണെന്ന് യോഗം വിളിച്ചിരുന്നത്. ആ അജണ്ടയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പ്രൊവിസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തികച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആർക്കും തന്നെ അവസരം തന്നിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ മൈക്കുകളും ഓഫാക്കിയിട്ടുള്ള നിലയിലായിരുന്നു. ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ഇന്നത്തെ ഏക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നില്ല. അവർ ആദ്യമേ ഒരു റെസൊല്യൂഷൻ വായിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു ആളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെസൊല്യൂഷൻ വായിക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ഏകപക്ഷീയമായിട്ട് പ്രമേയം പാസ്സാക്കിയതായിട്ട് പ്രൊവിസി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അവകാശവും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാം ഡയസിന് ചുറ്റും വളയുകയും ആക്രോശിക്കുകയും പല അവസരങ്ങളിലും ഞങ്ങളുടെ നേരെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് വരികയൊക്കെയാണ് ഉണ്ടായത്. അതാണ് സത്യം. പ്രൊവിസി പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും സംസാരിക്കാനുള്ള അവസരം തരികയുണ്ടായിരുന്നില്ല. ഞങ്ങൾ അജണ്ട പ്രകാരം ഞങ്ങളുടെ പേര് നാമനിർദ്ദേശം കൊടുക്കുകയും അത് VCക്ക് സമർപ്പിക്കുകയും അത് തീരുമാനം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ അംഗീകരിച്ചോളട്ടെ. പക്ഷെ ഞങ്ങളുടെ പേര് ഇന്ന പേരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് നിർദ്ദേശിച്ച ആ പേര് നിന്നും ഞങ്ങളത് നിർദ്ദേശിക്കുകയുണ്ടായി. സാധാരണ സർവകലാശാല നിയമത്തിലെ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാമല്ലോ. അപ്പോൾ പിന്നെ മന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക എന്നുള്ളതാണ്. പങ്കെടുത്തതിനെ കുറിച്ചല്ല, താങ്കൾ വ്യക്തമായി കേൾക്കണം. പങ്കെടുത്തതിനെ കുറിച്ചല്ല നിയമവിരുദ്ധം എന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ അജണ്ടയിൽ കൂടുന്ന ഒരു സെനറ്റ് യോഗത്തിൽ ഒരിക്കലും ഒരു പ്രമേയമോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതല്ലേ, ഒരു പ്രമേയം ആരും അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആകെ പഴയ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ നസീം അല്ലെ, അദ്ദേഹമാണ് ഈ വിഷയം ഒരു ഒബ്ജക്ഷനായി റേസ് ചെയ്തത്. പിന്നീട് അവര് പറയുന്നു മുരളി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇതിനെ തുടർന്നൊരു ബഹളമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബഹളത്തിനിടയിൽ പ്രമേയം അവതരിപ്പിച്ചതായിട്ട് പോലും മുരളിയും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. ഒരു പ്രമേയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രമേയം പാസ്സാക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയാണ്. പ്രമേയമുണ്ട്. ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ് ഇത് പ്രമേയം പാസ്സാക്കണം. എന്നാൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം UDFന്റെ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ മൈക്ക് പോലും നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മൈക്ക് നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിതാണ് പറയാനുള്ളത്. ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിൽ സർവകലാശാലയുടെ ഭരണം സ്തംഭിക്കാനും സർവകലാശാലയുടെ യശസ് തകർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ ഒരു ചാർജ് വഹിക്കുന്ന വൈസ് ചാൻസലറാണ് ഇവിടെ വരുന്നത്.
എത്രയോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതിൽ അദ്ദേഹം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രഗത്ഭമായിട്ടുള്ള ഇവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ A++ കിട്ടിയിട്ടുള്ള ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറെ പോലും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലെ അംഗത്തെ തെരഞ്ഞെടുക്കാൻ പോലും കഴിയാതെ രാഷ്ട്രീയമായ പോരിലൂടെ സർവകലാശാലയുടെ യശസ്സും അതുപോലെ തന്നെ ഇതിന്റെ അക്കാദമിക് താൽപര്യങ്ങളുമെല്ലാം ഹനിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് എന്തായാലും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ ആകെ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം സെനറ്റ് അംഗങ്ങൾ പുറത്തു വന്നുള്ള അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇന്ന് എന്താണ് സംഭവിച്ചത്? ഒരൊറ്റ അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രമേയം അത് അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ പാസ്സാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അത് നിയമവിരുദ്ധമാണ് എന്നാണ് UDF അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അശ്വതി, തീർത്തും നാടകീയ രംഗങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ നടന്നത്. ഇന്ന് സ്പെഷ്യൽ യോഗമാണ് വിളിച്ചത്. പ്രത്യേക യോഗം വിളിച്ചത് തന്നെ ഈ സെനറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്ന, അതായത് VC തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രതിനിധിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സെനറ്റ് യോഗം വിളിച്ചത്. ഇതിൽ ഈ പ്രമേയത്തെ കുറിച്ചുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇടതംഗങ്ങളാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. കാരണം സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതിനിധിയെ ഇന്നത്തെ യോഗത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ഇത് കാര്യങ്ങളെ ബഹളത്തിലേക്ക് കൊണ്ടുപോയി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രി അശ്വതി, ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിൽ മുദ്രാവാക്യം വിളികൾ വരുന്നു എന്ന ഒരു സൂചനയുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധമാണ് ഇടതംഗങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന ഒരു സൂചന വരുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സെനറ്റ് യോഗത്തിലുണ്ടായത്. ഇങ്ങനെ സെർച്ച് കമ്മിറ്റിയിലുള്ള ശ്രീ തീർച്ചയായും പ്രതിഷേധമാണ്. ഇപ്പോൾ പ്രതിഷേധം, ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം, അവർ പുറത്തേക്ക് വരികയാണ്. യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇത് UDF അംഗങ്ങളാണ്. ഇപ്പോൾ UDF അംഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. UDF അംഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അല്ല കൊടുത്തു, അവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. സെനറ്റ് യോഗത്തിന് ശേഷം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് M. വിൻസെന്റ് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. ചാൻസലർ കേരള സർവകലാശാല സെനറ്റ് യോഗം വാക്തർക്കത്തിൽ അവസാനിച്ച് ഇപ്പോൾ UDF അംഗങ്ങൾ പ്രതിനിധികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇടത് അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിലാണ് തർക്കം ഉണ്ടായത്. ഇത്തരത്തിൽ യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാനാവില്ല എന്ന് ഇടത് അംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വി വിനോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടരുന്നു. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഗ്രാമീൺ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. BEFI കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കർഷക സംഘം കോട്ടയം ജില്ലാ സെക്രട്ടറി KM രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP ഷാ അധ്യക്ഷനായിരുന്നു.
ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കാർഷിക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ മൂന്നാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. SFIO അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30 വിധി പറയുക. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി വിനീത്, ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ MLAമാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ. സകലമാന കേരളം തുടരുന്നു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നിങ്ങൾക്കായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. ആലപ്പുഴയിൽ നിന്നാണ് ഇന്നത്തെ സെലിബ്രിറ്റി റിപ്പോർട്ടർ. ആലപ്പുഴയിലെ ദ്വീപ് പഞ്ചായത്തായ പെരുമ്പളത്ത് പാലം യാഥാർത്ഥ്യമാവുകയാണ്. 4 വശവും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിനെ മറുകരയായ വടുതലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. ഞങ്ങളുടെ റിപ്പോർട്ടറായി എത്തുന്നു ദലീമ MLA. ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പെരുമ്പളം പാലം. ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്ന്. കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളത്ത് നിർമ്മിക്കുന്നത്. പെരുമ്പളം എന്ന ദ്വീപ് പഞ്ചായത്തിനെ അരൂക്കുറ്റി പഞ്ചായത്തിലെ വടുതലയുമായാണ് പാലം ബന്ധിപ്പിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദ്വീപ് ജനതയ്ക്ക് ബോട്ടും ജങ്കാറും കാത്തു നിൽക്കേണ്ട അവസ്ഥ ഒഴിവാകും. ഈ ദ്വീപുവാസികൾക്ക് ആകെയുള്ള ആശ്രയം വള്ളവും ബോട്ടുകളും മാത്രമായിരുന്നു. ജങ്കാർ സർവീസും പിന്നീടുണ്ടായി. പക്ഷെ അവർക്ക് നിരന്തരം പട്ടണത്തിൽ വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെങ്കിലും അല്ല എന്ത് കാര്യത്തിനും പട്ടണവാസികളോട് ചേർത്ത് നിർത്തുവാൻ, അവരോട് അടുപ്പിച്ച് നിർത്തുവാൻ അവർക്കുള്ള ആശ്രയമാണ് ഈ പാലം. കേവലം 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഒരു പാലം വരുന്നത്. പക്ഷേ അവിടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ തന്നെയാണ് അവരുടെ സ്വപ്നങ്ങൾ. അവിടെ ഇത്രയും വർഷങ്ങൾ അവർ ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. മഴക്കാലമായാലും ഏത് കാലഘട്ടത്തിലും അവർക്ക് പട്ടണവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ പെരുമഴയത്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പുറത്ത് വരണമെങ്കിലും ഒക്കെ ഈ ചെറിയ വള്ളങ്ങളും നമ്മുടെ ബോട്ടുകളും ജങ്കാർ സർവീസുകളും. ഇപ്പോഴാണ് ജങ്കാർ സർവീസ്, ഞാൻ മുന്നേ പറഞ്ഞ ജങ്കാർ സർവീസ് വന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് ഈ പാലമാണ്. നഗരത്തിൽ എളുപ്പത്തിലെത്താം. 10,000-ൽ താഴെ ജനസംഖ്യയുള്ള പെരുമ്പളം ദ്വീപിലേക്ക് 100 കോടി രൂപ മുതൽ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രകൃതി രമണീയതയാൽ സമ്പന്നമായ പെരുമ്പളത്തേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തും. ഇത് പഞ്ചായത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും. മത്സ്യമേഖലയിൽ ജോലിയെടുക്കുന്നവർക്കും പദ്ധതി ഗുണകരമാകും. 1140 മീറ്ററാണ് പാലത്തിന്റെ നീളം. ദേശീയ ജലപാത കടന്നു പോകുന്നതിനാൽ പാലത്തിന്റെ മധ്യഭാഗത്തായി ആർച്ച് ബീമുകൾ നിർമ്മിച്ചു. നീളമേറിയ സ്പാനുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിനാലാണ് ആർച്ച് ബീമുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയത്. ആകെ 30 സ്പാനുകളാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയുണ്ടാകും. ആർച്ച് ബീം വരുന്നിടത്ത് 12 മീറ്ററാണ് വീതി. 100 കോടിയാണ് ആ പാലത്തിന്റെ വർക്കിന് വേണ്ടി മാറ്റിവെച്ചത്. കേവലം ഇത്രയും മാത്രമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ്, നമ്മുടെ പട്ടണത്തോട് ചേർത്ത് പിടിക്കുകയാണ്, എല്ലാവരോടും ചേർക്കുകയാണ് അവരെ. ആ ഒരു വികസന പ്രവർത്തനം
ഈ 2024 പൂർത്തീകരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ പാലത്തിൻ്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരുടെയും വിശ്വാസം അർപ്പിച്ച് ജനങ്ങൾക്ക് ആ വിശ്വാസം നമ്മൾ തിരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം പൂർത്തിയാക്കുവാനുള്ള എല്ലാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ 2024 വലിയൊരു വർഷമായിട്ട് നമുക്ക് മാറും. നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം വികസന രേഖയിലേക്ക് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആലപ്പുഴ ന്യൂസ് 8 വേണ്ടി ദലീമ ജോജോ MLA. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5685 രൂപ, പവന് 45,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4730 രൂപ, പവന് 37,840 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം. പൊതുവിപണിയിലേതിന്റെ 35% സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ നിശ്ചയിച്ചിരിക്കുന്നത്. 2014 ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും.